നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ സംഭവിച്ച വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. ന്യൂസ് ബ്രേക്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ. ബില്ല് കാലത്തിന്റെ അനിവാര്യതയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എതിർക്കുന്നവർക്ക് രാജ്യത്തെ വനിതകൾ മാപ്പ് നൽകില്ലെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയിൽ നരേന്ദ്രമോദി വിമർശിച്ചു. പ്രധാനമന്ത്രി നാടകം കളിക്കുകയാണെന്ന് കെ.സി. വേണുഗോപാൽ ആരോപിച്ചു. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്നാരോപിച്ച് പ്രതിപക്ഷം നാളെ ബില്ലിനെതിരെ വോട്ട് ചെയ്യും. വനിതാ സംവരണ ഭേദഗതി, മണ്ഡല പുനർനിർണയം, കേന്ദ്രഭരണ പ്രദേശ നിയമ ഭേദഗതി എന്നീ 3 ബില്ലുകളിലാണ് ലോക്സഭയിൽ ചർച്ച പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധത്തിന് പിന്നാലെ വോട്ടെടുപ്പിലൂടെയാണ് ബില്ലിന് അവതരണത്തിന് അനുമതി ലഭിച്ചത്. അനുകൂലിച്ച് 251 പേരും എതിർത്ത് 185 പേരും വോട്ട് ചെയ്തു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. मैं आपकी अनुमति से ये प्रस्ताव करता हूं कि भारत के संविधान का और संशोधन करने वाले विधेयक, संविधान 131वां संशोधन विधेयक 2026 को पूर्व स्थापित करने की अनुमति दी जाए. ബില്ലിനെ എതിർക്കുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണ്ഡല പുനർനിർണയത്തിൽ ഒരു സംസ്ഥാനത്തിനും വിവേചനം നേരിടേണ്ടി വരില്ലെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. महिलाओं को मिलने वाले इस अधिकार का जिसने विरोध किया है, जिसने विरोध किया है, देश की महिलाओं ने उन्हें माफ नहीं किया है. ബില്ല് ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമെന്നാണ് പ്രതിപക്ഷ വിമർശനം. And Prime Minister is advising to us, if you are opposing this bill, then your future politics will be in danger. What is it, sir? What is it, madam? നാളെ വൈകിട്ട് 4 മണിക്ക് ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കും. 3-2 ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ ബില്ല് തള്ളിപ്പോയേക്കും. 24 ഡൽഹി. ജനസംഖ്യാനുപാതത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം ഉയർത്താനുള്ള നീക്കത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക. തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായി ബില്ല് കത്തിച്ച് DMK പ്രതിഷേധിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം കുറയുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. പശ്ചിമബംഗാളിലെ SIR നടപടികളിൽ ട്രൈബ്യൂണലിന്റെ അനുകൂല ഉത്തരവ് നേടുന്നവർക്ക് വോട്ട് ചെയ്യാമെന്ന് സുപ്രീംകോടതി. അപ്പീൽ ട്രൈബ്യൂണൽ അനുവദിച്ചാൽ വോട്ട് ചെയ്യാൻ അവസരം നൽകണമെന്നാണ് നിർദ്ദേശം. കോടതിയുടെ പ്രത്യേകാധികാരം ഉപയോഗിച്ചാണ് നിർണായക ഉത്തരവ്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീയതി അടുത്ത സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിർണായക ഉത്തരവ് സുപ്രീംകോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ. അനുജ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു നിർണായക ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. അതായത് ഈ അപ്പീൽ ട്രൈബ്യൂണലുകളുടെ അനുകൂല ഉത്തരവ് നേടുന്നവർക്ക് അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും അവർക്ക് ഈ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകണം എന്നുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന നിർദ്ദേശം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 142 അത് കോടതി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ്, അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ വാഗ്ചി എന്നിവരുടെ ബെഞ്ചാണ് ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല അതായത് വോട്ടിങ്ങിന് തൊട്ട് മുൻപ്, അതായത് വോട്ട് ചെയ്യുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അനുകൂല സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകൾ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വോട്ടർമാർ അല്ലെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിൽ നേരത്തെ പേരുണ്ടായിരുന്ന സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് അവർക്ക് ഈ അപ്പീൽ ട്രൈബ്യൂണലുകളിൽ സമീപിച്ച സാഹചര്യത്തിൽ വോട്ടവകാശം നൽകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് സുപ്രീം കോടതി ഇടപെട്ടിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് ട്രൈബ്യൂണലുകളുടെ അനുകൂല ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് വോട്ടവകാശം നൽകണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പശ്ചിമബംഗാളിലെ SIR നടപടികളിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഉത്തരവ് വന്നത്. അപ്പീൽ ട്രൈബ്യൂണൽ അനുവദിച്ചാൽ വോട്ട് ചെയ്യാൻ അവസരം നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരവ്. അടുത്ത വാർത്ത. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പോര് പരിധി വിട്ടതോടെ പരസ്യ ചർച്ച വിലക്കി കോൺഗ്രസ് നേതൃത്വം. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ആരും അഭിപ്രായം പറയേണ്ടതില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. പൊതുജന മധ്യത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന് കെ.സി. വേണുഗോപാലും നിലപാടെടുത്തു. മുഖ്യമന്ത്രി ചർച്ച കൊഴുക്കുന്നതിനിടെ രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തും. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ച കത്തിപ്പടർന്നതോടെയാണ് പരസ്യ ചർച്ച വിലക്കാൻ മുതിർന്ന നേതാക്കൾ ഇടപെട്ടത്. കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റോടെ സതീശ് വിഭാഗവും സുധാകരൻ വിഭാഗവും തമ്മിലുള്ള പോരായി മാറിയ സമൂഹ മാധ്യമ ചർച്ച നിയന്ത്രിക്കണമെന്ന് ഹൈക്കമാൻഡ് KPCC നേതൃത്വത്തോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് കോൺഗ്രസിന് വ്യക്തമായ ഒരു നടപടിക്രമമുണ്ട്. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്.
ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് പ്രതിനിധികൾ വന്ന് ആരായും. അതിനുശേഷം കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ച് ഒരു തീരുമാനം പറയും. മുഖ്യമന്ത്രി ആരാണെന്ന് നിശ്ചയിക്കാൻ പാർട്ടിക്ക് ഒരു നേതൃത്വമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KC വേണുഗോപാലും പരസ്യ ചർച്ച വിലക്കി. ഈ കാര്യത്തിൽ പൊതുജന മധ്യത്തിൽ വലിച്ചിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഞാനതിൽ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ആസ് എ പാർട്ടിമാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 4-ാം തീയതി റിസൾട്ട് വരെ ജനങ്ങൾ നമുക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. ആ ഉറച്ച വിശ്വാസം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക, അതിനപ്പുറം വേറെ ഒന്നുമില്ല. മുഖ്യമന്ത്രി ചർച്ച കൊടുമ്പിരിക്കൊള്ളുന്നതിനിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിലെത്തും. മഹാരാഷ്ട്രയിലെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ യോഗത്തിന് വേണ്ടിയാണ് ചെന്നിത്തല ഡൽഹിയിലെത്തുന്നത്. എന്നാൽ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തെ കണ്ട് ചർച്ച നടത്തിയേക്കും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ച പരിധിവിടുന്നതിൽ മുസ്ലിം ലീഗിനും അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി നടക്കുന്ന പരസ്യ ചർച്ചകളിൽ കോൺഗ്രസിൽ അതൃപ്തി. ചർച്ചകൾ അനാവശ്യമെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്രതികരണം. സൈബർ പോരാളികളല്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതെന്നും ബെന്നി ബെഹനാൻ MP തുറന്നടിച്ചു. കോൺഗ്രസിലെ ചർച്ചകളെ മന്ത്രി V ശിവൻകുട്ടി പരിഹസിച്ചു. ഫലപ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ കടുത്ത അതൃപ്തിയിലാണ്. ചർച്ചകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ അത് വ്യക്തമാണ്. വിജയം കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുടെയും പ്രവർത്തകരുടെയും മനോവീര്യം കെടുത്തുന്നതാണ് ഇത്തരം ചർച്ചകളെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. ഫലം വരുന്നതിന് മുമ്പുള്ള പരസ്യ ചർച്ച അനാവശ്യമാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. രാഹുൽ ഗാന്ധി പറഞ്ഞ് അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് ടീം UDF. സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ആസൂത്രിത നീക്കങ്ങളോടുള്ള അമർഷവും പ്രതികരണങ്ങളിൽ കാണാം. സൈബർ പോരാളികളും സോഷ്യൽ മീഡിയയുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത്. എൻ്റെ അഭിപ്രായം പറഞ്ഞു. ആ ചർച്ച ഞാനിവിടെ അവസാനിപ്പിച്ചു. പൂന്താനത്തിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യമന്ത്രി ചർച്ചകളെ തള്ളിയത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലർ. അങ്ങനെ നാണം കെട്ട് നടക്കേണ്ട ഒരു പദവിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ കളിയാക്കി മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 3 ഇനിയും കൂടും. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്പർ 24 തിരുവനന്തപുരം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ അനാട്ടമി വിഭാഗം പ്രൊഫസർ MK റാമിനെ പുറത്താക്കി എന്നതാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, നമ്മളത് കണ്ടതാണ്. ഒടുവിൽ പുറത്താക്കിയിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, പ്രതിഷേധവും പരാതികളും കടുത്തതോടെയാണ് ഈ മാനേജ്മെന്റ് ഡോക്ടർ MK റാമിനെ, അനാട്ടമി വിഭാഗം HOD ആയിട്ടുള്ള MK റാമിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തത്. ഇന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും 1-ാം വർഷ BDS വിദ്യാർത്ഥികൾ തിരിച്ചെത്തിയ ദിവസം കൂടിയായിരുന്നു. അവരുടെ രക്ഷിതാക്കളും ഇന്ന് കോളേജിലെത്തിയിരുന്നു. ഏതാണ്ട് 30 രക്ഷിതാക്കൾ കോളേജിലെത്തി ഈ MK റാമിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൂടാതെ ഈ പ്രിൻസിപ്പളുമായി ഒരു പ്രത്യേക മീറ്റിംഗും ചേർന്നിരുന്നു. ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കമുള്ളവർ ചേർന്ന് അതിൽ പ്രധാനമായും ആവശ്യം ഉന്നയിച്ചത് MK റാമിനെ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായിരുന്നു. രക്ഷിതാക്കൾ ഇത് കൂടാതെ പ്രിൻസിപ്പലിനെ കൂടാതെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും ഒപ്പം തന്നെ ആരോഗ്യ സർവകലാശാലയ്ക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് MK റാമിനെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം മാനേജ്മെന്റ് നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ പുറത്താക്കാനുള്ള ഉത്തരവ് അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ യോഗത്തിൽ ഈ രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പൽ ഈ ഉത്തരവ് വായിച്ചു കേൾപ്പിച്ചു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉത്തരവ് വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും. എന്തായാലും നീണ്ട ദിവസങ്ങളുടെ സമരങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് MK റാമിനെ, ആരോപണ വിധേയനായ MK റാമിനെ പുറത്താക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 10-നാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിൽ 3-ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അതിന് പിന്നാലെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിരന്തര പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇന്നും അവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. MK റാമിനെ പുറത്താക്കുന്നതുവരെ ക്ലാസുകളിൽ കയറില്ലെന്നും ധർണ നടത്തുമെന്നും വിദ്യാർത്ഥികൾ ആഹ്വാനം ചെയ്തിരുന്നു. കൂടാതെ ഈ മാനേജ്മെന്റുമായിട്ട് ഒരു ആശയവിനിമയം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു 5 ആവശ്യങ്ങളും ഈ മാനേജ്മെന്റിന് പ്രിൻസിപ്പലിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. MK റാം പുറത്ത്.
വിദ്യാർത്ഥികളുടെ സമരം ഫലം കണ്ടിരിക്കുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ അനാട്ടമി വിഭാഗം പ്രൊഫസർ MK റാമിനെ പുറത്താക്കിയിരിക്കുന്നു. നേരത്തെ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യം ഇപ്പോൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കുന്നു. ഔദ്യോഗിക കുറിപ്പ് അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച് CBSE. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് 2ാം വിഷയമായി എടുത്ത വിദ്യാർത്ഥികളുടെ ഫലമാണ് തടഞ്ഞുവെച്ചത്. രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂളിന് വന്ന പിഴവാണ് പ്രശ്നത്തിന് കാരണമായത്. CBSEയുടെ അക്കാദമിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പരാതി ലഭിച്ചാൽ ഇടപെടുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് 2ാം ഭാഷാ വിഷയമായി തെരഞ്ഞെടുത്ത 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് CBSE തടഞ്ഞുവെച്ചത്. ഒരു വർഷം മുൻപ് 10ാം ക്ലാസ് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വിഷയത്തിന്റെ കോഡ് സ്കൂൾ അധികൃതർ മാറി രേഖപ്പെടുത്തിയതാണ് പ്രശ്നത്തിന് കാരണം. പിഴവ് ശ്രദ്ധയിൽപ്പെട്ടത് 2026 ജാനുവരിയിലാണ്. CBSEയുമായി ബന്ധപ്പെട്ടെങ്കിലും പിഴവ് തിരുത്താൻ അനുമതി നൽകിയില്ല. തുടർന്ന് സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിച്ചു. വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. തുടർന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. എന്നാൽ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷാഫലം വരാതെ CBSE തടഞ്ഞുവെക്കുകയായിരുന്നു. സംസ്കൃതം സെക്കൻഡ് ലാംഗ്വേജായി എടുത്ത് പഠിക്കുന്ന കുട്ടികളുടെ റിസൾട്ടാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിനുള്ള കാരണം പറയുന്നത് ഇവിടുന്ന് കൊടുത്ത സബ്ജക്റ്റ് കോഡ് അത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മാറിപ്പോയി. അതുകൊണ്ട് കുട്ടികളുടെ റിസൾട്ട് തടഞ്ഞു വെച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ, +1 പ്രവേശനം തുടങ്ങിയവ മുന്നിൽ നിൽക്കെ എന്തു ചെയ്യുമെന്നറിയാതെ വിദ്യാർത്ഥികളും ആശങ്കയിലാണ്. പരീക്ഷാഫലത്തിനായി CBSEയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇത് ശരിക്കും ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. കുട്ടികളെ വെച്ചിട്ടുള്ള ഒരു വിലപേശലാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു പാനിക് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് റിസൾട്ടിന് ചെയർമാൻ എഴുതിയിട്ടുണ്ട്. CBSEയുടെ അക്കാദമിക കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പരിമിതിയുണ്ടെന്നും പരാതി ലഭിച്ചാൽ ഇടപെടാമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. CBSEയുടെ അക്കാദമിക് കാര്യങ്ങൾ നമ്മൾ കേരള ഗവൺമെന്റ് അല്ല നോക്കുന്നത്. അവരുടെ കുട്ടികളോ രക്ഷകർത്താക്കളോ ഗവൺമെന്റിന് ഒരു പരാതി നൽകിയാൽ കേന്ദ്ര CBSE ബോർഡുമായിട്ട് ബന്ധപ്പെടാം. 24 കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി വിജയിയുടെ തമിഴക വെற்றிക്കഴകത്തിന്റെ പ്രകടന പത്രിക. 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകും. ഒരു കുടുംബത്തിന് പ്രതിവർഷം 6 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ. സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹത്തിന് 1 പവൻ സ്വർണവും പട്ടുസാരിയും. യുവാക്കൾക്ക് സ്വയം തൊഴിലിനായി 25 ലക്ഷം രൂപ തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ വീടുകൾക്ക് മുന്നിൽ വിസിൽ ചിഹ്നം കോലമായി വരച്ചിടണമെന്നും TVK അധ്യക്ഷൻ വിജയ് ചെന്നൈയിൽ നടന്ന ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.